കേരളത്തിൽ മദ്രസ പഠനത്തിന് ബംഗ്ലാദേശി. കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള ശരിയത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ബംഗ്ലാദേശിക്ക് മതപഠനമൊരുക്കിയത്. ATS പിടികൂടിയ ബംഗ്ലാദേശിയുടെ പക്കൽ നിന്ന് വ്യാജ ആധാർ കാർഡും റേഷൻ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും പിടികൂടി. പ്രദേശത്തെ പ്രാദേശിക മത നേതാക്കളാണ് ഈ ബംഗ്ലാദേശിക്ക് മദ്രസയിൽ പഠനത്തിന് സൗകര്യമൊരുക്കിയത്. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ബിനീഷാണ് ചേരുന്നത്. ബിനീഷ്, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം മദ്രസകളെന്ന് പറയുന്നത് തന്നെ ഈ ഭീകരവാദികളെ നാട്ടിലേക്ക് ഇങ്ങനെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നത് നമുക്കറിയാമല്ലോ. കാരണം പല മദ്രസകളിലും അതിതീവ്രമായ അന്യമത വിദ്വേഷമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അന്യമത വിദ്വേഷം പഠിപ്പിക്കുന്ന ഇത്തരം ശാലകളിലേക്ക് ബംഗ്ലാദേശികൾ തന്നെ എത്തുന്നു. അതും നമ്മുടെ കൊല്ലത്തെ കരുനാഗപ്പള്ളിയിൽ ബംഗ്ലാദേശികൾ മദ്രസാ പഠനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ നാടിന് ആപത്താണ്? ബിനീഷ്, ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ പറയും. തീർച്ചയായിട്ടും ഇത് വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ജനൻ TV ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കൊല്ലം കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് എത്തിച്ച് വ്യാജ ആധാർ കാർഡും ഒപ്പം തന്നെ വ്യാജ രേഖകളും ഉണ്ടാക്കി നൽകുന്ന സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജനൻ TV പുറത്തുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുതിയ ഒരു കണ്ടെത്തൽ ATC നടത്തുന്നത്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് നടത്തുന്നത്. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള ശരിയത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ബംഗ്ലാദേശിക്ക് മതപഠനം ഒരുക്കിയത് എന്ന് സംബന്ധിച്ചുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ബംഗ്ലാദേശി എന്ന് പറയുന്ന അമർ ഖാൻ ഒപ്പം തന്നെ മുഷീർ ഖാൻ എന്നീ രണ്ട് പേരുകളിലാണ് ഈ ബംഗ്ലാദേശിയെ അറിയപ്പെടുന്നത്. മുഷീർ ഖാൻ എന്ന പേര് ബംഗ്ലാദേശിയുടെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ ATS കണ്ടെത്തിയതാണ്. നിലവിൽ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇയാളെ അമർ ഖാൻ എന്ന പേരിലാണ്. അമർ ഖാൻ എന്ന പേരിലാണ് വ്യാജ ആധാർ കാർഡും വ്യാജ ഇലക്ഷൻ ഐഡിയും വ്യാജ റേഷൻ കാർഡും സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ ഈ ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു ശൃംഖലയെ ATS പിടികൂടിയിരുന്നു. ആ ATS പിടികൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോഴാണ് മുംതാസ് ബീഗം എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ATS എത്തുന്നത്. ഈ മുംതാസ് ബീഗത്തിൻ്റെ മകനാണ് ഇപ്പോൾ ATS പിടികൂടിയിരിക്കുന്ന മുഷീർ ഖാൻ അഥവാ അമർ ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 19കാരൻ. ഇവൻ കഴിഞ്ഞ കുറേ നാളുകളായി, ഈ ബംഗ്ലാദേശി കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ മതപഠനം നടത്തി വരികയാണോ? ഈ മതപഠനത്തിന് സൗകര്യമൊരുക്കിയതാകട്ടെ കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കമ്മിറ്റിക്കാർ തന്നെയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ATS വരും ദിവസങ്ങളിലും ഈ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കമ്മിറ്റിയുടെ അംഗങ്ങളെയും ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പ്രാദേശിക പിന്തുണ ഈ ബംഗ്ലാദേശിക്ക് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇവൻ്റെ ഉമ്മയ്ക്ക്, പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിയുടെ അമ്മ എന്ന് പറയുന്ന മുംതാസ് ബീഗത്തിനും വലിയ രീതിയിലുള്ള അനുകൂലമായ സാഹചര്യം കേരളത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഈ പറയുന്ന പ്രാദേശികർ ആണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ATSന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ മുംതാസ് ബീഗം ATSന്റെ പിടിയിലാണുള്ളത്. മുംതാസ് ബീഗത്തിൻ്റെ മകൻ ഇത്തരത്തിൽ കുറേ നാളുകളായി മദ്രസ പഠനം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള തെളിവുകൾ ATSന് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ATS പരിശോധന നടത്തുന്നതും മദ്രസ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയതും. തൊട്ടു പിന്നാലെയാണ് ഈ മദ്രസ പഠനത്തിനെത്തുന്ന സമയത്ത് ഈ അമർ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഈ പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ബിനീഷ്, നമ്മൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ ബംഗ്ലാദേശികൾ കേരളത്തിൽ എത്രത്തോളം പിടിമുറുക്കുന്നു എന്ന യാഥാർത്ഥ്യം പല വാർത്തകളായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ തുടക്കം പത്തനംതിട്ടയിൽ നിന്നായിരുന്നു. അവിടെ ഒരു ബംഗ്ലാദേശി ഭീകരൻ 5 വർഷമാണ് കോയിപ്പുറം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. അതിനുശേഷം ബിനീഷ് തന്നെ പല വാർത്തകൾ ബ്രേക്ക് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കൊല്ലം ജില്ലയിൽ വ്യാജ ആധാർ കാർഡുകളും മറ്റും നിർമ്മിച്ച ശേഷം പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ വോട്ടർ പട്ടികയിൽ ഈ ബംഗ്ലാദേശികൾ കടന്നു കയറുന്നു എന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ബിനീഷ് തന്നെ ബ്രേക്ക് ചെയ്യുന്ന മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്ത, ബംഗ്ലാദേശികൾ നോക്കൂ ഇവിടെ മദ്രസകളിൽ പഠിക്കുന്നു എന്നത്. അപ്പോൾ എത്രത്തോളം
സാമൂഹികമായ പ്രത്യാഘാതം ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ കടന്നുവരവ്, ഈ അനധികൃത കുടിയേറ്റം. ബിനീഷ്, തീർച്ചയായിട്ടും ഗൗതം, ഇതിനെ വെറുമൊരു അനധികൃത കുടിയേറ്റം എന്ന തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവരുടെ ഈ കേരളത്തിലേക്കുള്ള വരവ് അത് എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരുപക്ഷെ അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കാനെത്തുന്നവർ എന്നതാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതിനപ്പുറം ഇവർ ഇവിടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവർ സ്വീകരിക്കുന്ന ഇടപെടലുകൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന്, ഒപ്പം തന്നെ മതവിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ, ഒപ്പം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം കുടപിടിച്ചുകൊണ്ട് അതിന് സംസ്ഥാനത്ത് സജീവമായ കളമൊരുക്കുന്നു എന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ATS കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറുതെ ഇവിടെ താമസിച്ച് ജോലി ചെയ്ത് ഇവർ മടങ്ങുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങളോളം ഇവിടെ തങ്ങി കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കി രാജ്യസുരക്ഷയ്ക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ബംഗ്ലാദേശികൾ സംസ്ഥാനത്ത് നടത്തുന്നത് എന്നതാണ് ATSഉം മിലിറ്ററി ഇന്റലിജൻസ് ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും വലിയ തരത്തിൽ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, അതിൽ ഏറ്റവും പ്രധാനമെന്നത് രാജ്യത്തിൻ്റെ ഐഡന്റിറ്റി പോലും കൃത്യമായ തരത്തിൽ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ഇവർ ആ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു. അതിനുശേഷം വിവിധ മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ നമുക്ക് ഇപ്പോൾ പിടികൂടാൻ സാധിച്ചത് ചെറിയ കണ്ണിയെ മാത്രമാണ്. കാരണം മുംതാസ് ബീഗം എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ വന്നിട്ട് വർഷങ്ങളോളം പിന്നിടുന്നു, വർഷങ്ങളോളം ഇവിടെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് താമസിക്കുന്നു. അതേ സമയത്ത് തന്നെ ഇവർ ബംഗ്ലാദേശിൻ്റെ ID കാർഡ്, നാഷണാലിറ്റി തെളിയിക്കുന്ന ID കാർഡ് ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം അവർ ബംഗ്ലാദേശികളുടെ സൂക്ഷിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ കേരളത്തിലെത്തിയതിനു ശേഷം വീണ്ടും ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം, ഈ ബംഗ്ലാദേശി കേരളത്തിലെത്തി മദ്രസ പഠനത്തിന്റെ ഭാഗമാകുന്നു, മതം പഠിപ്പിക്കുന്ന കേന്ദ്രത്തിൽ ഭാഗമായി എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ മതം പഠിക്കുന്ന കേന്ദ്രത്തിലെത്തി മറ്റു മതങ്ങളെ വിദ്വേഷം പരത്തുന്ന തരത്തിൽ ഈ മദ്രസകളിൽ പഠിക്കാനെത്തുന്ന മറ്റു വിദ്യാർത്ഥികൾക്കിടയിലും വിഷം കുത്തിവെക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.